ഏറെ ബഹുമാന്യനായ ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ ശ്രീ ടി കെ ഫാറൂഖ് അവറുകൾ, ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ ശ്രീ ദാവൂ സാഹിബ്, ശ്രീ ഫാത്തിമ തഹലിയ, ശ്രീ കെ ഷഫീഖ്, ശ്രീ സുരേഷ്, ശ്രീ കെ സി ഉമേഷ് ബാബു ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്നുള്ള ഒരു തലക്കെട്ടിലാണ് കണക്റ്റ കൾച്ചറൽ എക്സിബിഷനിൽ ഇത്തരമൊരു ടോക്ക് ഇവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായും അധ്യക്ഷൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തലിനിടയിലാണ് ഇത്തരമൊരു സംവാദം, സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിൽ തന്നെ മാതൃകയാണ് എന്ന് അഭിമാന പുരസ്സരം ഏത് വേദികളിലും നമ്മളൊക്കെ പറയാറുണ്ടെങ്കിലും, പക്ഷേ ആ ജനാധിപത്യത്തെ, അതിൻ്റെ പാരമ്പര്യത്തെ, അതിൻ്റെ അന്തസ്സത്തയെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ അവസാനിപ്പിച്ച് ഒരേകാധിപത്യ മതാധിഷ്ഠ രാഷ്ട്രമാക്കി ഈ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള വലിയ ശ്രമങ്ങൾ കേവലം നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ കടന്ന് വന്നത് തൊട്ടിങ്ങോട്ടല്ല. അങ്ങനെ ഒരു ചിന്ത വന്നത് 1925 RSSൻ്റെ രൂപീകരണത്തോട് ഇങ്ങോട്ട് തന്നെയാണ്. അവർ ഉയർത്തിക്കാട്ടിയ ആശയം തന്നെയാണ്. ആ ആശയത്തിന് ഇന്ന് ജനാധിപത്യത്തിൽ അവർക്കൊരു ഇടം കിട്ടി. ആ ഇടം, ആ ജനാധിപത്യത്തെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കി തങ്ങളുടെ പഴയ ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ആ റിസൾട്ട് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തവും കൃത്യവുമായ തെളിവുകൾ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോലും ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ കമ്മീഷൻ പോലും ഈ അട്ടിമറിക്കപ്പെടുന്ന ആളുകളുടെ വക്താക്കന്മാരായി മാറുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജനാധിപത്യം ഇന്ത്യക്കകത്ത് നശിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയ്ക്ക് ബലമേകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ തിരുത്തേണ്ടവർ, തിരുത്തിക്കേണ്ടവർ, ആ തിരുത്തേണ്ടവരും തിരുത്തിക്കപ്പെടേണ്ടവരും ഇത്തരം ആളുകളുടെ ഒപ്പം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഭാവി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ജനാധിപത്യത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി നമുക്കറിയാം, പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ എതിർ ശബ്ദങ്ങളെയും എല്ലാം ബഹുമാനിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. അതിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. 100 ആളിൽ 99 ആളുകൾ അനുകൂലിക്കുകയും ഒരാൾ അതിനെ എതിർക്കുകയും ചെയ്താൽ ആ എതിർക്കുന്ന ആളുകളുടെ ശബ്ദത്തിന് പോലും ജനാധിപത്യത്തിൽ അംഗീകാരമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശത്തെ അപ്പുറത്തേക്ക് ആ വിമർശിക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം 4ാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ ഇന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായി മാറുന്നു എന്നുള്ളത് ഇന്ന് പോലും നമുക്ക് വാർത്തകൾ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഭരണകൂടം ചെയ്യുന്ന തെറ്റുകളെ, ആ തെറ്റുകളെ ന്യായീകരിക്കപ്പെടുന്നവരുടെ, അവരുടെ വാട്ടുപാട്ടുകാരായി ഈ പറയുന്ന മാധ്യമ
ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ മാധ്യമങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു മാധ്യമപ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്ത് പല മേഖലകളിലും പല കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ ഇന്നത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമപ്രവർത്തനമാണ്. ആ കോർപ്പറേറ്റുകൾ എന്ന് പറയുമ്പോൾ അവരുടെ താല്പര്യം ഭരണകൂടത്തിൻ്റെ താല്പര്യമാണ്. ഭരണകൂടത്തിന് ഇംഗിതത്തിനനുസരിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ വ്യവസായ കുത്തകൾ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ കൊണ്ടു നടക്കാൻ അത്തരം കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ എതിർക്കപ്പെടുന്നത് മാധ്യമങ്ങളാകും. അതുകൊണ്ട് ആ മാധ്യമങ്ങളെ എല്ലാം ഇങ്ങനെ പൈസ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങി തങ്ങളുടെ കുഴലൂത്തുകാരായി മാറുകയും അത് ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരാക്കി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് ആ മാധ്യമ പ്രവർത്തനം ഏറ്റവും ശോഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക്, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരായി അവരെ എങ്ങനെ വരിയിൽ നിർത്തണമെന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. തങ്ങൾക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കുന്നവരെ, തങ്ങൾക്കെതിരായി ശബ്ദിക്കുന്നവരെ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയുടെ പ്രത്യേകിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനാകാൻ സാധിക്കുന്ന രൂപത്തിലേക്ക്, ആ രൂപത്തിലേക്ക് ആശയ സംവാദനത്തിൻ്റെ വലിയൊരു മേച്ചിൽപ്പുറം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും അത്തരം ആളുകൾ യൂട്യൂബറായും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവരെയും എങ്ങനെയൊക്കെ നിശബ്ദമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകന്മാരുടെ വായ്മൂടിക്കെട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അധികാരത്തിൻ്റെ ദല്ലാളുകളായി പ്രവർത്തിക്കാൻ ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ദല്ലാൾ പണിയെടുക്കുന്നവരായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അത് ED ആവട്ടെ, ഇൻകം ടാക്സ് ആവട്ടെ, അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വായ്മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് അതിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. പക്ഷേ ആ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്തവർ, പ്രതിപക്ഷത്തിന് അവകാശങ്ങളെ ഹനിക്കുന്നവർ, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ, ആ പ്രതിപക്ഷ ശബ്ദത്തെ കേൾക്കുവാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്ക് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഞാൻ ഓർമ്മിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പാർലമെൻറ്റകത്ത് കടന്നു വരുമ്പോൾ ഏറ്റവും ബഹുഭൂരിപക്ഷത്തോടുകൂടി അന്നത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നാമമാത്രമായി അംഗങ്ങളുടെ പിൻബലത്തിൽ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കണ്ണൂരുകാരൻ ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ എന്ന് പറഞ്ഞ AKG ഇന്ത്യൻ പാർലമെൻറ്റകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ AKGയുടെ വാക്കുകൾ കേൾക്കാൻ ആ പ്രധാനമന്ത്രി ആ പാർലമെൻറ്റകത്ത് ഇരിക്കുമായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്നങ്ങനെയാണോ? ഇന്നത്തെ പ്രധാനമന്ത്രി, ഇന്നത്തെ ഭരണകൂടം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും അത്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, രാജ്യത്തിൻ്റെ ഐക്യത്തെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഈ ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ശ്രമങ്ങൾ ഈ ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ജനാധിപത്യത്തിനകത്ത് യജമാനനും അടിമകളുമില്ല, എല്ലാവരും തുല്യരാണ്. ആ തുല്യതയിൽ നിന്ന് ഇവിടെ യജമാനവൽക്കരണത്തിലേക്ക് തങ്ങൾ കൽപ്പിക്കുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അത് അവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ അവരെ ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. അങ്ങനെ ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഒരുപാട് ഇന്ത്യ രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഈ ഭരണകൂടം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് വോട്ട് ചോരി എങ്കിൽ രാജ്യത്തിനകത്ത് ശത്രുക്കളെ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നമ്മൾ കണ്ട പഴയകാലത്ത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള പൗരത്വ നിയമം ഉൾപ്പെടെ, ആ പൗരത്വ നിയമം ഉൾപ്പെടെ അപരവൽക്കരണത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്, മാറ്റി നിർത്തപ്പെടാനുള്ള സന്ദേശമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവനെ, ആ ഭക്ഷണം കഴിക്കുന്നവനെ പരസ്യമായി തല്ലിക്കൊല്ലാൻ രാജ്യത്ത് അധികാരം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ആ തല്ലിക്കൊല്ലുന്ന ആളുകൾക്ക് സകല സംരക്ഷണം കൊടുത്ത് മുമ്പോട്ട് പോകുന്നു. ആ തല്ലിക്കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്നവരെ അവരെ വാട്ടുപാട്ടുകാരായി, അവരെ വീരന്മാരായി, വീരശൂര പരാക്രമങ്ങളായി അവർ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്തവർ, അതിനെതിരായി പ്രതികരിക്കുന്നവർ, അവരെ വേട്ടയാടുന്ന നിലപാടിലേക്ക് നമ്മുടെ നാട്ടിനകത്ത് ഇത്തരം ഭരണകൂടത്തിൻ്റെ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല. രാജ്യത്ത് ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവകാശം തുല്യതയാണ്, ഇക്വാലിറ്റിയാണ്. ആ ഇക്വാലിറ്റിക്കെതിരായുള്ള വളരെ നിഷ്ഠമായ നിലപാടുകൾ ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള പല മേഖലകളിലും
അപരവൽക്കരണത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരെ, അതോടൊപ്പം രാജ്യത്തെ പൗരന്മാരെ വേർതിരിക്കാനുള്ള തീരുമാനമെടുത്ത് അതോടൊപ്പം ഈ രാജ്യത്ത് ഒരു മതവിഭാഗങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടി കണ്ടുകൊണ്ട് അപരവൽക്കരിക്കാൻ ശ്രമങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ട് ആ ശത്രുതാ മനോഭാവത്തിലൂടെ ഒരു അധികാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മതമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു മതവും ഒരു മനുഷ്യനെയും വേർതിരിക്കണമെന്ന് പറയുന്നില്ല. മതപരമായ ചടങ്ങുകൾ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ആ മതമാണ് രാജ്യത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നത്. ആ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ രാജ്യത്തിന്റെ അധികാരം കൈകാണാൻ സാധിക്കുകയുള്ളൂ. ആ മതമാണ് ഈ രാജ്യത്തെ ഉത്കൃഷ്ടമായ മതമെന്ന് പറയുന്നത്. ആ മതത്തിൽ പറയുന്നവർ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയാണ്. ആ രീതി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. ആ രീതി എന്ന് പറയുന്നത് സർവർക്കർ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും വലിയ നിതാന്തമായിട്ടുള്ള അയാളുടെ നിലപാടിന്റെ ഭാഗമാണ്. ആ നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഹിന്ദു മതമല്ലാത്തവർ ആരും ഈ നാട്ടിനകത്ത് ഉത്കൃഷ്ടരല്ല എന്നും ആ മതത്തോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ ഇത് യഥാർത്ഥത്തിലുള്ള ഭാരതീയരാകൂ എന്നുള്ള സർവർക്കറിന്റെ ആ ആശയത്തെയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അത് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരൊക്കെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര ആളുകളുണ്ട് എന്നുള്ളതല്ല, എത്ര ആളുകൾ തങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളതല്ല. പക്ഷേ നിലപാടുകൾ പറയാൻ കരുത്തോടുകൂടി ആർജവത്തോടുകൂടി ഇത് ശരിയല്ല എന്ന് ഭരണകൂടത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ തീർച്ചയായും ഒരാളത് 1000, 1000, 10,000 വരുന്ന കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തുമെല്ലാം വിപ്ലവ പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പുമെല്ലാം ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായെങ്കിൽ തീർച്ചയായും ഇന്ത്യ രാജ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ജനാധിപത്യത്തെ നേതൃത്വത്തിന് വേണ്ടി രണ്ടാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ ജനങ്ങൾ നടത്തപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന് പറയുമ്പോൾ ആ പോരാട്ടത്തിലേക്ക് നാളുകളിൽ കൈമേയ് മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് തെരുവിലിറങ്ങേണ്ട ഒരു രാഷ്ട്രീയ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഈ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഈ ജനാധിപത്യത്തിന്റെ ഭാവിയെ തകർക്കുന്ന ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഒരു പോരാട്ടമായി നമുക്ക് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആശയ സംവാദനത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഈ നിലപാടുകൾ പറയാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള. ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഭാവി എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ ഭാവി തന്നെയാണ് ഇന്ത്യയുടെ ഭാവി. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് എത്ര കാലം പോകുമെന്ന് പല ആളുകളും ആശങ്കപ്പെട്ടിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ പോലും ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല ചിന്തകന്മാരും ഇന്ത്യയുടെ ജനാധിപത്യം എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കാലത്തൊക്കെ നമ്മൾ ഇന്നെത്തുമ്പോഴും ആ ജനാധിപത്യം അവർ ആശങ്കപ്പെട്ടതുപോലെ അതിന്റെ മരണമണി മുഴക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം ജനാധിപത്യത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം തന്നെ അതിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന നിലപാടുകളുമായി ഈ രാജ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെ ശബ്ദിക്കാൻ, അതിനെതിരെ വർത്തമാനം പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാൻ. അതുകൊണ്ട് ആ ജനാധിപത്യ സംവിധാനത്തെ നമുക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ, ആ മതനിരപേക്ഷ സംവിധാനത്തെ നമുക്ക് ശക്തിപ്പെടുത്തണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പൗരന്റെ അവകാശം, ആ ഭരണഘടനയെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കുമോ, ആ ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവകാശത്തെ ഏതെല്ലാം മേഖലയിൽ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനക്ക് ആ രൂപത്തിലുള്ള മൂല്യച്യുതി വരുമ്പോൾ, ആ ഭരണഘടനയുടെ തകർച്ച സംഭവിക്കുമ്പോൾ തീർച്ചയായും ഈ ജനാധിപത്യവും മതനിരപേക്ഷതയും നമ്മുടെ സോഷ്യലിസവും എല്ലാം തകരും എന്നുള്ളത് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയെ പിടിച്ചുകൊണ്ട് തന്നെ അതിനെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായി ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് ഒരു ഏകാധിപത്യ മതാത്മക രാഷ്ട്രമാക്കി, ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മുന്നോട്ട് പോകാനുള്ള സംഘപരിവാറിന്റെ RSSന്റെ രാഷ്ട്രീയ താല്പര്യത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പോരാട്ടമായി തീർച്ചയായും ഇത്തരത്തിലുള്ള സംവേദന വേദികൾ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഇത്തരം ഒരു വിഷയത്തിനകത്ത് ഈ കണക്ട് കൾച്ചറൽ എക്സിബിഷനിൽ ഇത്തരം ഒരു സംവാദനത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാരവാഹികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.